ഇന്ന് നമ്മൾ ഗ്ലാസ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 4 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി മറ്റൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ച് മതിയാവും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പസോഡ ഉണ്ടല്ലോ, അത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/4 കപ്പ് അളവിൽ പാലാണ് ചേർക്കുന്നത്. പാലെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെക്കാത്ത റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെ എടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്ലാസ് അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെയുള്ള 4 സ്റ്റീൽ ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിനകത്ത് എല്ലായിടത്തും നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 4 ഗ്ലാസ്സിലും ഒരുപോലെ നമ്മൾ ഇതുപോലെ നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും 1 ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ എടുത്തിട്ട് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കൊട്ടിക്കളയുക. എന്നിട്ട് ഇതിലേക്കാണ് നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ ഒഴിക്കുന്നത്. ഒരു 1/4 ഭാഗത്തോളം ഒഴിക്കുന്നുണ്ട്. 4 ഗ്ലാസ്സിലായിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഈ 4 ഗ്ലാസ്സിലുണ്ടാക്കി എടുക്കാനുള്ള ബാറ്ററാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഈ ഗ്ലാസ് അപ്പം നമ്മൾ ഓവൻ സെറ്റപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പ്രഷർ കുക്കറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രഷർ കുക്കർ തുറന്ന് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു 50-55 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം പതിയെ നമുക്കിത് ഗ്ലാസ്സിൽ നിന്നും അടർത്തിയെടുക്കാം. ഇത് പതിയെ കൊട്ടി കൊടുത്താൽ തന്നെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.